ഇന്ന് ഞാൻ റവ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതൊരു പഴയകാല റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മലബാർ ഏരിയയിലൊക്കെ കല്യാണത്തിനൊക്കെ അധികം ഉണ്ടാവും കേട്ടോ. പണ്ടൊക്കെ അധികം ഉണ്ടാവും, ഇപ്പം അങ്ങനെ കാണലില്ല. തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അപ്പം നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ, മെയിലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഫേസ്ബുക്ക് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യും. അപ്പം ഇവിടെ ഞാൻ 2 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് റവ ആയാലും കുഴപ്പമില്ല കേട്ടോ, വറുത്തതായാലും കുഴപ്പമില്ല. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഷീറ്റ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ എടുത്തത്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിതൊന്ന് കൈവച്ചിട്ട് നല്ലോണം തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചപ്പാത്തി മാവിന് കുഴക്കുന്നില്ല, അതുപോലെ തന്നെ കുഴച്ചെടുക്കാം. മാവ് ഇവിടെ നല്ലോണം തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൂരിൻ്റെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. പിന്നെ ഇത് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഗരം മസാല പൊടി, കാറ്ററിംഗിൽ ചെയ്യുന്ന ഗരം മസാല പൊടിയാണ് ഇട്ടത്. അപ്പോൾ ഈ ഒരു ഗരം മസാല പൊടി എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. മുട്ട മസാല വേണമെങ്കിലും അതുപോലെ തന്നെ വെജിറ്റബിൾ കറി അങ്ങനെ എന്തിലും ഉപയോഗിക്കാൻ പറ്റിയ ഗരം മസാല പൊടിയാണ്. അപ്പോൾ വേണ്ടവർ നമ്മൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോട്ടാ. അപ്പോൾ ഇതൊരു നുള്ളു മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അത്രയും നല്ല ഫ്ലേവറാണ്. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. നമ്മളിപ്പം പൂരിക്ക് എടുക്കുന്നില്ല, അത്ര തന്നെ ഉരുളകളാക്കി എടുത്താൽ മതി. അപ്പം ഉരുള അധികം വലിപ്പം വേണ്ട കേട്ടോ, ചെറിയ ചെറിയതാക്കി എടുത്താൽ മതി. ഓരോ ഉരുളയും ഞാൻ ഇതേപോലെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ടൊന്ന് അമർത്തിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തത്. ഇനി ഇത് ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ പരത്താൻ വേണ്ടിയിട്ട് എടുത്തത് കുറച്ച് കോൺഫ്ലവറും അതുപോലെ തന്നെ നമ്മളെ ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ, പത്തിരിപ്പൊടി, അതാണ് എടുത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല നൈസാക്കിയിട്ട് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ ഏകദേശം ചപ്പാത്തിൻ്റെ ആ ഒരു വലിപ്പത്തിൽ തന്നെ പരത്തിയെടുത്താൽ മതി. എത്രത്തോളം കട്ടി കുറയ്ക്കാൻ കഴിയുമോ അത്രയും കട്ടി കുറച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്നും നമ്മൾ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, കൈൻ്റെ അടി വരെ കാണുന്നുണ്ട്. ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. അപ്പം മുഴുവനായിട്ട് ഇതേപോലെ പരത്തിയെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് വാട്ടിയെടുക്കണം. ഞാനൊരു പത്തിരി തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അത് നല്ലോണം ചൂടായി വന്നാൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് എടുക്കണം കേട്ടോ. ഇത് കുറേ നേരം പത്തിരി കല്ലിന്മേൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുകയില്ല. അപ്പോൾ അതാ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ ആറിയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കുറേ സമയം ഇങ്ങനെ വെക്കണമെന്നില്ല, ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ചൂടായി വന്നാൽ പെട്ടെന്ന് എടുത്തിട്ട് മാറ്റട്ടെ. മുഴുവനായിട്ട് ഞാനിത് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നടുഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു വിട്ടാൽ മതി കേട്ടോ, കറക്റ്റായിട്ട് വന്നോളൂ. ഇത് സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷീറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് എടുക്കുക. ഒരു ചെറിയ കഷ്ണം ഉള്ളി ചേർത്ത് കൊടുക്കുക, വലിയ ഉള്ളി ഇട്ടാൽ ചെറിയ കുഞ്ഞു കഷ്ണം മതി. ഇതേപോലെ നൈസാക്കിയിട്ട് തന്നെ കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ഇവിടെ നല്ലോണം കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിന് കേട്ടോ, കാണിക്കാൻ വിട്ടുപോയതാണ്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇത് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കരിഞ്ചീരകമാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു നല്ല നെയ്യിനകത്ത് നല്ലോണം തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അന്ന് നല്ലോണം മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ റവ ആണ് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് റവ എടുത്തിനല്ല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മൂത്തിക്കുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ വറുത്ത് കൊടുത്താൽ മതി കേട്ടോ, ഒരു ചൂടിൽ. അപ്പോൾ അത്രയും മതിയാവും. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം.
അപ്പോൾ ഇതാ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് സൂചിക്ക് 1/2 ഗ്ലാസ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നല്ലോണം തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ആ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഓരോന്ന് ഇത് അടിവാകുമ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നതിന് ശേഷം ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ നമ്മൾ സമൂസൊക്കെ മടക്കുന്നില്ലേ, അതുപോലെ തന്നെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഞാൻ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക, ചെറുങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. കുറേ വേണ്ട കേട്ടോ, കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്ന് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഫില്ലിങ് പുറത്തേക്ക് പോവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണ് അളവിൽ ഫില്ലിങ് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. കൂടുതലായ നമുക്ക് മടക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് കൈവച്ചിട്ട് ഒന്ന് ഉള്ളിലേക്കാക്കി കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് കുറച്ച് പശ ആക്കി കൊടുക്കാം. എന്നിട്ട് മടക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ല എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് നല്ലോണം ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗവും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എണ്ണ കയറിയാൽ പിന്നെ നമുക്കിത് കഴിക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഓരോ ഭാഗവും ഇതേപോലെ ആക്കി കൊടുക്കാം. ഓരോ മണ്ടേ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തീരെ അറിയാത്തവരുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതാ അടിഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പം മണ്ട ഇത് മുഴുവനായിട്ട് നമ്മൾ ഇതിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക. പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഇതാ തിരിച്ചു മറിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ മുരിച്ചെടുക്കുക. ഇതുപോലെ ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. അധികം നേരം എണ്ണയിൽ വെക്കണ്ട കേട്ടോ. കുറച്ച് നേരം കുറച്ചൊരു കളർ മാറുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അല്ലെങ്കിൽ അതിൽ കിടന്നിട്ട് അങ്ങനെ കളർ നല്ലോണമായി കരിഞ്ഞ പോലെ ആയി പോവും. അപ്പം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെയ്യാത്തവരുണ്ട്, ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഇത് കുറച്ച് ഒരു മാസം വരെ കേടുകൂടാണ്ട് വെക്കട്ടോ ഈ ഒരു ഐറ്റം. മുഴുവനായിട്ട് നമ്മളിത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ.